ഇന്ന് മലയാള മാസം കുംഭം 10. പയ്യാവൂർ ശിവക്ഷേത്രത്തിലെ പ്രധാന ഉത്സവ ദിവസമാണ് ഇന്ന്. കുംഭം 1 മുതൽ കുംഭം 12 വരെയാണ് ഇവിടെ ഉത്സവം നടത്തി വരാറ്. അതിൽ ഏറ്റവും പ്രധാന ദിവസം, അതായത് പ്രധാന ചടങ്ങുകൾ നടക്കുന്ന ദിവസമാണ് കുംഭം 10. ഈ അമ്പലത്തിലെ ഉത്സവ ചടങ്ങുകൾക്ക് കർണാടകയിലെ കുടക് നിവാസികളുടെ പ്രത്യേക പങ്കാളിത്തം ഉണ്ടാവാറുണ്ട്. കുടകർക്ക് ഇവിടെ പ്രത്യേക സ്ഥാനങ്ങളും ആചാരങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട്. അവർക്ക് പ്രത്യേക ആചാരങ്ങളെല്ലാം ഈ അമ്പലത്തിൽ ഉണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ചുറ്റുപാടുമുള്ള ദേശവാസികളുടെ പങ്കാളിത്തവും. ചേടിച്ചേരി, കൂനം, ചൂളിയാട്, അങ്ങനെ അതിന് ചുറ്റുവട്ടത്തുള്ള എല്ലാ സ്ഥലങ്ങളിലെ ആൾക്കാരും ഈ അമ്പലത്തിലെ ഉത്സവങ്ങൾക്ക് പ്രധാന പല ചടങ്ങുകൾക്കായി എത്താറുണ്ട്. ചൂളിയാട്ടുകാരുടെ ഓമന കാഴ്ച, കൂനത്തു നിന്നാണ് ഈ അമ്പലത്തിലേക്ക് ആവശ്യമായ മോരും കാര്യങ്ങളൊക്കെ വരുന്നത്. കുടകിൽ നിന്ന് അരി കൊണ്ടിരുന്നത്. അങ്ങനെ ഒരുപാട് ചടങ്ങുകൾ ഈ ഉത്സവത്തിൽ നടക്കാറുണ്ട്. ചൂളിയാട്ടുകാരുടെ കുംഭം 10 നടത്തുന്ന ഓമന കാഴ്ച പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് തന്നെയാണ് ചേരിച്ചേരിക്കാരുടെ കുംഭം 9 രാത്രി നടത്തുന്ന ഇളനീർ കാഴ്ചയും. അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന വേറിട്ട ഒരു ചടങ്ങാണ് പല ദേശക്കാരും നെയ്യമൃതിന് ഇവിടെ നിൽക്കാറുണ്ട്. ഈ നെയ്യമൃതിന് നിൽക്കുന്ന അവരൊക്കെ 10 ദിവസം വീട്ടിൽ നിന്ന് മാറിയിട്ടാണ് നിൽക്കുന്നത്. ഇതൊക്കെ ഈ അമ്പലത്തിലെ വിവിധ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചടങ്ങുകളാണ്. ഇവിടുത്തെ പ്രധാന നൃത്തം എന്ന് പറയുന്നത് തിടമ്പ് നൃത്തമാണ്. ശിവഭഗവാനാണ് ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തി. ഇത് സ്വയംഭൂവായി ഉണ്ടായതാണെന്ന് ഐതിഹ്യം. കുംഭം 10 പ്രധാന പ്രത്യേകത എന്നത് ചൂളിയാട് നിവാസികളുടെ ഓമന കാഴ്ചയാണ്. കിലോമീറ്ററുകൾ താണ്ടി കാൽനടയായി ഇവിടെ അവർ എത്തും. അതും കാണേണ്ട ഒരു കാഴ്ചയാണ്. വ്രതശുദ്ധിയോടുകൂടി തീയ സമുദായത്തിൽപ്പെട്ടവരാണ് ഈ കാഴ്ച എടുക്കുന്നത്. ഇവർ കിലോമീറ്ററുകൾ താണ്ടി കാൽനടയായി പയ്യാവൂരെത്തി കാഴ്ച സമർപ്പിക്കുന്നതോടുകൂടി കുടകർ തങ്ങൾ കൊണ്ടുവന്ന കാളകളുമായി കുടകിലേക്ക് തിരിച്ചു പോകുന്നതാണ് അടുത്ത ചടങ്ങ്. അതും ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ്. കുടകർ കാളകളുമായി വരുന്നത് എന്ന് പറയുന്നത് കുടകർ ആ കാളപ്പുറത്താണ് പയ്യാവൂരേക്ക് അത്യാവശ്യം വേണ്ടുന്ന അരിയും സാധനങ്ങളുമായിട്ടും അവർക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ ആയിട്ട് എത്തുന്നത് ഈ കാളകളിലാണ്. ഈ കാളയും കൊണ്ട് തിരിച്ച് അവർ പയ്യാവൂരിൽ നിന്ന് തിരിച്ചു പോവുക. അത് വൈകിട്ട് ഏകദേശം ഒരു 5-5:30 ആകുമ്പോഴത്തേക്കും പയ്യാവൂരിന് അവർ യാത്ര തിരിക്കും. ഇതുപോലെയുള്ള വലിയ വലിയ കാളകളുമായിട്ടാണ് അവർ കുടകിൽ നിന്നും ഇവിടെ എത്തുന്നത്. പയ്യാവൂർ അപ്പന് ചൂളിയാട്ടിൽ നിന്ന് വരുന്ന കാഴ്ച സമർപ്പണത്തോടു കൂടിയാണ് കുടകർ തങ്ങളുടെ നാട്ടിലേക്ക് പോകുന്നത്. കുടകിലെ 3 തറവാട്ടുകാരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. കുടകരോട് കൂടി അവരുടെ കുടുംബവും പയ്യാവൂരിൽ എത്താറുണ്ട്. അവർക്ക് താമസിക്കാനും ഇരിക്കാനും പ്രത്യേക സ്ഥലങ്ങൾ ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ടാവും. കുടകരുടെ ഈ തിരിച്ചുപോക്ക് കാണാൻ വലിയൊരു ജനക്കൂട്ടം തന്നെ റോഡിന്റെ ഇരുവശത്തും തിങ്ങി നിറഞ്ഞിട്ട് കാണാം. കുടകർ കാളയുമായി വളരെ വേഗത്തിലാണ് ഇവിടുന്ന് ഓടാറ്. ഈ ഉത്സവ ദിവസങ്ങളിലെല്ലാം തന്നെ നല്ല വിഭവസമൃദ്ധമായ സദ്യയും ഇവിടെ ജനങ്ങൾക്ക് കൊടുക്കാറുണ്ട്. കുടകർ അവരുടെ പ്രത്യേകതരം വസ്ത്രങ്ങൾ അണിഞ്ഞാണ് ഈ ഉത്സവത്തിൽ പങ്കെടുക്കാറ്. ഈ കാണുന്നതെല്ലാം കുടകർ അവരുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാളകളാണ്. അവർക്ക് നിൽക്കാൻ തന്നെ കുടക് തറ എന്ന ഒരു പ്രത്യേക സ്ഥലം അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുടക് ഹാളുണ്ട്. ഈ കാണുന്നതാണ് ചൂടാട്ടുകാരുടെ കാഴ്ച. അതായത് ചെറിയ അധികം മൂക്കാതെ വാഴക്കുലകൾ പറിച്ചെടുത്ത് ഒരു ചെറിയൊരു കുണ്ടുണ്ടാക്കി അതിൽ ഒരു ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ച് വ്രതശുദ്ധിയോടുകൂടി കുലകൾ വെച്ച് അത് പഴുപ്പിച്ചെടുത്തിട്ടാണ് ഇവർ പയ്യാവൂരേക്ക് വരുന്നത്. അത് കുംഭം 10 ഇങ്ങനെ, അതായത് കൊയ്യാറായ പാടത്തിന് നടുവിലൂടെ, അതായത് അടുവാപ്പുറം വയലിലൂടെ ഇവർ നടന്നു വരുന്നത് ഒരു മുണ്ടും വേഷ്ടി അണിഞ്ഞ് നടന്നു വരുന്നതും അത് മുത്തക്കുടകളും വെഞ്ചാമരൊക്കെ ചൂടി നടന്നു വരുന്നത് കാണാൻ തന്നെ വളരെ വളരെ ഭംഗിയുള്ള ഒരു കാഴ്ചയാണ്. അത് കാണാൻ ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ എത്താറുണ്ട്. ഇവർ കിലോമീറ്ററുകൾ നടന്നു വരുമ്പോൾ തന്നെ ഇവരുടെ കാലിന് ചെരുപ്പോ അങ്ങനത്തെ ഇതൊന്നും ഇടാറില്ല. അതുകൊണ്ട് തന്നെ കാലൊക്കെ നല്ല ചൂടായിരിക്കും. ആ ചൂട് അകറ്റാൻ വേണ്ടി പരിസരവാസികളൊക്കെ റോഡിലൊക്കെ വെള്ളമൊക്കെ നനച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന പാനീയങ്ങളൊക്കെ പല കിലോമീറ്റർ ഇടവിട്ട് ഓരോ വീട്ടുകാരും അവർക്ക് ഏർപ്പാടാക്കി കൊടുക്കും. അവർ പയ്യാവൂരെത്തി ഇത് കാഴ്ച സമർപ്പിക്കുന്ന ചടങ്ങാണ്. ഈ കാഴ്ച സമർപ്പിക്കുന്നത് കൂടിയാണ് അന്നത്തെ കുംഭം 10 പ്രധാന ചടങ്ങുകളുടെ വിരാമം. രാവിലെ തുടങ്ങുന്ന ഉത്സവം ഇവരെത്തുന്നവരെ അവിടെ തന്നെ ഉണ്ടാകും.